जय श्री नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय जय श्री चैतन्य जय नित्यानंदा जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंदा जय द्वैत चंद्र जय गौर भक्त वृंदा हरे कृष्ण ഹരേ കൃഷ്ണ. ഇപ്പോ ചൈതന്യചരിതാമൃതം ആദിലീലാധ്യായം 12 അദ്വൈത ഗദാധരന്മാരുടെ വിസ്തരണങ്ങൾ 73 നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തി. വായിക്കുക മാത്രം ചെയ്യാം. ഹരേ കൃഷ്ണ 73 പെട്ടെന്നൊന്ന് നമ്മൾ ചർച്ച ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോവാം. അദ്വൈതാചാര്യന്റെ പിൻഗാമികളിൽ അച്യുതാനന്ദന്റെ പാത സ്വീകരിച്ചവരെല്ലാം മഹാഭക്തന്മാരായിരുന്നു. സോ ഈ വിവർത്തനം വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം തോന്നുന്നത്, നമ്മളൊരു മഹാ ആചാര്യന്റെ സൗണ്ട് പോയല്ലോ. പ്രഭു മ്യൂട്ടായി. ഓക്കെ, ഇപ്പൊ ശരിയായോ? ആ ഓക്കെ. അപ്പൊ ഒരു അദ്വൈതാചാര്യനെ പോലുള്ള ഒരു മഹാവ്യക്തിത്വത്തിന്റെ പിൻഗാമിയാണെന്ന് നമുക്ക് സ്വയം അവകാശപ്പെടാം, അല്ലെ? ഉം. പക്ഷെ എന്നാലും ആ പിൻഗാമികളിൽ വെച്ച് ആ ആചാര്യനെ ശരിക്കും മനസ്സിലാക്കിയ, ആ ഒരു മൂഡ് വൈബ്രേഷൻ മനസ്സിലാക്കി ആ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയെ പാലിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഫോളോവർ ആവാൻ സാധിക്കുള്ളൂ, അല്ലെ? അദ്വൈതാചാര്യന്റെ ഫോളോവറാണ് ഞാനെന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിക്കാം. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫ്ലെക്സിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങാം. എന്നിട്ട് എന്താണ്, അങ്ങനെ ചെയ്യാം, അല്ലെ? പ്രഭുപാദിനെ വെച്ച് അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആയിരിക്കും പേര്. എന്താണ്, ഈശ്വര പരമകൃഷ്ണ ട്രസ്റ്റ് എന്നായിരിക്കും പ്രസ്ഥാനത്തിന്റെ പേര്. അല്ലെങ്കിൽ കുറെ പേരുകൾ, നമുക്ക് പേരുകൾക്ക് പഞ്ഞമില്ല. അപ്പോ അങ്ങനെ ഒരു പേരിടുക. പിന്നെ അതിന് താഴെ ഇൻസ്പയർഡ് ബൈ ശീല പ്രഭുപാദ്, ഫൗണ്ടർ ആചാര്യ ഓഫ് ഇസ്കോൺ എന്ന് ഉള്ള രീതിയിൽ ഒരു അചിന്ത്യ ഭേദാഭേദ തത്വം വെച്ചിട്ട് ഞാൻ പ്രഭുപാദിന്റെ ഫോളോവർ ആണെന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യാൻ സാധിക്കും. ഇവിടെ അദ്വൈതാചാര്യന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പോലെ. പക്ഷെ അച്യുതാനന്ദനെ പോലെ അദ്വൈതാചാര്യരുടെ പ്രസ്ഥാനത്തിന്റെ, അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ പിൻഗാമിയായിട്ട് ഇരുന്നു കഴിഞ്ഞാലായിരിക്കും യഥാർത്ഥത്തിൽ അദ്വൈതാചാര്യന്റെ പിൻഗാമി, റൈറ്റ്? അതേപോലെ പ്രഭുപാദിന്റെ ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. പ്രഭുപാദിന്റെ യഥാർത്ഥ ഫോളോവറുടെ ഒരു ഫോളോവർ ആയിരിക്കണം. ശരിയല്ലേ? ഉം. ട്രാൻസ്ലേഷനിൽ തന്നെ ഇത്രയും ഉണ്ട്. പിന്നെ ഭാവാർത്ഥത്തിൽ നോക്കിയാല് രണ്ടു തരം ശാഖകൾ ഉണ്ടെന്നാണ് പറയുന്നത് അദ്വൈതാചാര്യർക്ക് ശേഷമുള്ളതില്. ചിലതൊക്കെ ജീവനുള്ള ശാഖകള്, ചിലതൊക്കെ ഉണങ്ങിപ്പോയ ജീവനില്ലാത്ത ശാഖകൾ. ഈ ഉണങ്ങിപ്പോയതും ഉണങ്ങാത്തതും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ശാഖ പോലെയൊക്കെ തോന്നും, അല്ലേ? പക്ഷേ ഒന്നിന്
ഒന്നിൽ ജീവനുണ്ട്, മറ്റേതിൽ ജീവനില്ല. ഒന്ന് ചേതനമാണ്, മറ്റൊന്ന് ജഡമാണ്. സോ ഇവിടെ പ്രഭുപാദ് ഒരു ഹെവി പോയിന്റ് ഇവിടെ എഴുതാണ് ഭാവാർത്ഥത്തില്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ വചനങ്ങളെ പിന്തുണയ്ക്കുന്ന ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ഈ വിശകലനം ഹിന്ദുമതം എന്ന് വിളിക്കപ്പെടുന്ന മതത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഹിന്ദുമതത്തെ കുറിച്ച് പറയുന്നത്? നമ്മള് ഹരേ കൃഷ്ണ, നമ്മൾ യഥാർത്ഥത്തിൽ പിന്തുടരുന്നവര് പച്ചപ്പുള്ള ശാഖയും അതുപോലെ തന്നെ, പക്ഷെ അതില് നിലനിൽക്കുന്നു, പക്ഷെ അത് പിന്തുടരാതെ ഉണങ്ങിയ പോലെ ഉള്ളവരും ഉണ്ടാവും. അതായിരിക്കും അതാ. നമ്മുടെ വേദശാസ്ത്രത്തിലൊന്നും ഹിന്ദുമതം എന്നുള്ളൊരു വാക്കില്ലെന്ന്. അതെ, അതുപോലെ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും? ഹിന്ദുമതം ഇവിടെ പറയുന്നത് ഒരു ജീവനുള്ള ശാഖയായിട്ടാണോ പറയുന്നത്, അതോ ജീവൻ പോയ ഒരു ഉണങ്ങിപ്പോയ ശാഖയായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? ഉണങ്ങിപ്പോയ ശാഖ. ഉണങ്ങിപ്പോയ ഉണങ്ങിപ്പോയ ശാഖ. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് ഉണങ്ങിപ്പോയതെന്ന് പറയാൻ കാരണം? ഹരേ കൃഷ്ണ, അതില് നിർബന്ധമായ ചില തീരുമാനങ്ങളൊന്നും അതിലില്ല. ഹിന്ദുമതത്തിൽ എങ്ങനെയും ജീവിക്കാമെന്നാണ്. ഭഗവാനെ ആശ്രയിക്കണമെന്നോ അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഹിന്ദുമതത്തിലില്ല. ആരെയും നിർബന്ധിച്ചൊന്നും അടിച്ചേൽപ്പിക്കില്ല. അവനവന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാം. ഭഗവാൻ വേണമെന്നോ വേണ്ടാതെയോ എങ്ങനെ വേണേ ജീവിക്കാം. വേദങ്ങളൊന്നും ഫോളോ ഹരേ ചെയ്യേണ്ട കൃഷ്ണ. ആവശ്യമില്ല. അതെ. മറ്റെന്തെങ്കിലും ഇന്നത്തെ ഹിന്ദുമതത്തിന്റെ അവസ്ഥ? ഹരേ കൃഷ്ണ, ഉണങ്ങിയ ശാഖയിൽ നിന്നും വേറെ ശക്തമായ ശാഖകൾ ഉണ്ടാവത്തില്ല. ഉണങ്ങിയ ശാഖയിൽ നിന്ന് ശക്തമായ ശാഖകൾ ഉണ്ടാവില്ല, അല്ലെ? ചത്തുപോയത് അത് തന്നെ. ചത്തുപോയതിൽ നിന്ന് എങ്ങനെ ജീവൻ വയ്ക്കും? ശരിയാണ്. ജീവൻ. നല്ലൊരു നല്ലൊരു പോയിന്റ് ആണ് പ്രഭു പറഞ്ഞത്. ഇനി അത് പുനർജനിക്കണമെങ്കിൽ ജീവനുള്ള ശാഖയിൽ നിന്ന് തന്നെ പുനർജനിക്കണം, അല്ലെ? അതെ. അപ്പൊ വേറൊരു ചോദ്യം, ഈ ഉണങ്ങിയ ശാഖയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവൻ പോയ ഒരു ഹിന്ദുമതം പോലെയുള്ള ഒരു ശാഖയുടെ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തമോ അവര് ഗുണമായിരിക്കും. തന്നെ ധാർമ്മികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യില്ല. ഇല്ല, ധാർമ്മിക കാര്യങ്ങൾ ഉണ്ടാവാം, എന്ന് പറയുന്നില്ല, അല്ലെ? അതിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. ആധ്യാത്മികമായി ഉയരാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ഉണങ്ങിയ അതിൽ നിന്നുകൊണ്ട്. അതായിക്കോട്ടെ. എന്റെ ചോദ്യം എന്ന് വെച്ചാല്, അങ്ങനെ ഉണങ്ങിയ ശാഖയില് ഇതൊരു ഹിന്ദുമതം പോലൊരു കൃഷ്ണാവബോധവുമായിട്ട് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് കണക്ഷൻ വിട്ടുപോയ ഒരു ശാഖ, അല്ലെ? അങ്ങനെ ഒരു ശാഖയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? അതിനകത്ത് എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുക? അത് അവരവരുടെ സ്വാർത്ഥത താല്പര്യങ്ങൾ മാത്രം. ഓക്കെ. പക്ഷെ അത് ആ നടക്കുന്നത് ഏത് രീതിയിലായിരിക്കും നടക്കുക? അതൊരു വാക്കാണ് ഞാൻ തേടുന്നത്. മറ്റുള്ളവരുടെ ജീവനുള്ളവരുടെ സഹായത്തോടു കൂടി. സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം. സ്വന്തം ഇഷ്ടപ്രകാരം. പിന്നെ വേറൊരു വാക്കാണ് നോക്കുന്നത്. വികർമ്മികളായിരിക്കും അവര്. കർമ്മികളായിരിക്കാം. വികർമ്മികളോ? വൈദികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ചിട്ടകൾ ഉണ്ടായിരിക്കും. എന്താണ്? വൈദികമായിട്ടുള്ള ഒന്നും തന്നെ അവർ പാലിക്കുന്നുണ്ടാവില്ല. ഇല്ല, വൈദികമായിട്ട് പാലിക്കാൻ സാധിക്കും. വൈദികമായിട്ട് പാലിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഹിന്ദുമതം കാരണമാണ് കുറെ വൈദിക സംസ്കാരങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്, അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഹിന്ദുമതത്തെ പാടെ തള്ളിക്കളയാനും പറ്റില്ല. അപ്പൊ അതില് അല്ല. നമ്മളൊരു വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ വസ്തുനിഷ്ഠമായിരിക്കണം. നമ്മുടെ വിശകലനം ബാലൻസ്ഡ് ആയിരിക്കണം, അല്ലെ? അപ്പോൾ വൈദിക സംസ്കാരം, വൈദിക കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു പോകുന്നത് ഹിന്ദുമതം കൊണ്ട്. ഹിന്ദുമതമുള്ളത്. അതെ. പക്ഷെ അതിൽ എന്താണ് നഷ്ടമായിരിക്കുന്നത്? അവിടെ ഈ ജീവൻ, ധർമ്മം ധർമ്മം ഉണ്ടല്ലോ, ധാർമ്മികത. ധാർമ്മികത ഉണ്ടല്ലോ. എന്നാലും എന്താണ്? നമ്മുടെ
പ്രഭു അതിൽ അഹിംസയാണോ ഈശ്വരാംശം പ്രഭു നഷ്ടപ്പെട്ട ഉദ്ദേശിക്കുന്നത്? അവസ്ഥയായിരിക്കും. അഹിംസ എന്നാണോ? അഹിംസ കുറെ ആൾക്കാരൊക്കെ അല്ല. ഹിംസ അത് അല്ലേ? ഭഗവാനാണ് പരമദിവ്യത്വം പുരുഷൻ എന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല അവര്. ആ ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ ആയിരിക്കും? ഞാനാണ് എല്ലാത്തിന്റെ അധികാരി എന്ന് ഓരോരുത്തരും ചിന്തിക്കും സ്വയം. ആയിക്കോട്ടെ. ജീവനില്ലാത്ത ഒരു മതം അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു ശാഖ, അവിടുത്തെ പ്രധാന കാര്യം, വൺ ഓഫ് ദി മെയിൻ തിങ്സ്, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അവിടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോവുക? ജീവനുള്ളവരുടെ സഹായത്തോടെ കൂടി. ഓരോരുത്തരും അവരവരുടെ ജീവനുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഐക്യവും ഉണ്ടാവില്ല. ജീവനുള്ളവരുടെ ലക്ഷ്യം സഹായത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പൊ ഉണങ്ങിയിരിക്കണോന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മള് ജലം പകർന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് വികസിച്ച് മുളച്ചു വരാം. ഉണങ്ങിയ അല്ല വല്ലാണ്ട് ആകെ ഒരു കംപ്ലീറ്റ് അല്ല അത് പിന്നീടുള്ള കാര്യം. പക്ഷേ ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ, നിർജീവമായ അവസ്ഥയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് ആ ശാഖയിൽ നടന്നു പോവുക? അത് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ. അതില് അതെ, അതെങ്ങനെയായിരിക്കും അത് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ? ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഐക്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം ഓക്കെ. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം പ്രധാനമായിട്ട് ഞാനൊരു വാക്കായിരുന്നു നോക്കിയത്, പറയട്ടെ. ലക്ഷ്യബോധമില്ലാത്ത യാത്ര. സ്വരൂപ് പ്രഭു പറഞ്ഞ നല്ലൊരു കറക്റ്റ്. ലക്ഷ്യബോധമില്ലാതെ ഇരിക്കും ഒരു പ്രധാന പോയിന്റ് ആണ്. ഞാൻ 2 വാക്കുകളാണ് മനസ്സിൽ ആലോചിച്ചത്. അതിലൊന്ന് ഇപ്പൊ സ്വരൂപ് പ്രഭു പറഞ്ഞു. പ്രഭുവിനൊരു ഹരേ കൃഷ്ണ പറയണം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ സോ ഒന്ന് ഹരി ബോൾ. ലക്ഷ്യബോധമില്ലായ്മ. ലക്ഷ്യബോധം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ എങ്ങനെയാ നടന്നു പോവുക? ഏത് രീതിയിലാണ് നടന്നു പോവുക? അഞ്ചു വഴിക്ക് പോണ പോലെ ഒരു യാന്ത്രികമായി നടന്നു പോകും. താങ്ക് യു ശാന്തകുമാരി മാതാജി. യാന്ത്രികമായിട്ട്, ഞാൻ ഉദ്ദേശിച്ച വാക്ക് ഒരു ചടങ്ങ് പോലെ നടന്നു പോകും അല്ലേ? ഇപ്പൊ 2 ലക്ഷണങ്ങളാണ് ഉണങ്ങിയ അല്ലെങ്കിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ശാഖയുടെ ലക്ഷണങ്ങൾ. ഒന്ന്, ലക്ഷ്യബോധം ഉണ്ടാവില്ല. അത് കാരണം എന്ത് സംഭവിക്കും? എന്തോ ചെയ്യുന്നു, ചടങ്ങ് പോലെ ചെയ്യുന്നില്ല. കണ്ണടച്ച് ഇന്ന ദിവസത്തിൽ ഇന്ന അമ്പലത്തിൽ പോകണം, ഇന്ന പൂജ ചെയ്യണം, ഇന്ന വെടി വഴിപാട്, ഇന്ന ശത്രു സംഹാരം, അത് ഇത് ചുമ്മാ ചടങ്ങ് പോലെ നടന്നു പോകുന്നല്ല. അതൊരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. ഒരു എന്തിനു ചെയ്യുന്നു, ആർക്കു വേണ്ടി ചെയ്യുന്നു, ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോകും. പക്ഷെ അത് തൊടുകയും ചെയ്യരുത്, അത് ചെയ്യണം എന്ന് പറയുകയും ചെയ്യും. പരിചയമുണ്ടോ ഇങ്ങനെയുള്ള ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മതം? വിശ്വാസം കുറവായിരിക്കും അങ്ങനെയുള്ള. എന്തോ ഒരു വിശ്വാസം ഉണ്ടാവും, വിശ്വാസം കുറവായിരിക്കുന്നല്ല. ആ ചടങ്ങിൽ വിശ്വാസം ഉണ്ട്, അങ്ങനെ ചടങ്ങ് പോലെ ചെയ്യും. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് ഹിന്ദുമതത്തിന്റെ പ്രഭു ഇപ്പൊ നടക്കുന്നത് മുഴുവൻ ഏതാണ്? പ്രത്യേകത. ഇതാണ് ഇപ്പോഴത്തെ ഹിന്ദുമതത്തിൽ അതാണ്. എല്ലായിടത്തും നടക്കുന്നത് ഇതാണ്. ഞാനിത് ക്ഷേത്രങ്ങൾ പറയാൻ കാരണം ഹിന്ദുമതത്തിൽ മാത്രമല്ല, കൃഷ്ണാവബോധത്തിലും ഇത് സംഭവിക്കാം. തീർച്ചയായും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇത് സംഭവിക്കും. നമ്മൾ എന്തോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, പക്ഷെ ലക്ഷ്യബോധമില്ലാതെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, ഒരു ചടങ്ങ് പോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. അപ്പൊ ഭക്തിയെ നമുക്കൊരു ചടങ്ങാക്കി മാറ്റാൻ സാധിക്കും, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണത്. തീർച്ചയായും അതെ. മറ്റുള്ളവരെ പറയുന്നതിന് മുമ്പ്, ഹിന്ദുക്കളെ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ അല്ല, ഇത് അതെ. ഹിന്ദു മാത്രമല്ല, ഏത് ജന്തുവിനും സംഭവിക്കാം, അല്ലേ? അതെ. സോ അതുകൊണ്ട് അതിന് ജീവൻ വെക്കണമെങ്കിൽ നമ്മൾ എന്താണ് ജീവൻ ശരിക്ക്? കൃഷ്ണാവബോധം എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലും നമുക്ക് കാര്യങ്ങളെ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്. അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്, ആ ഡിവോട്ടീസ് എല്ലാവരും ഇങ്ങനെയാണെങ്കിലോ? എല്ലാവരും പലരും ചിട്ടയായൊരു പല ജീവിതം. തരത്തിലായിരിക്കില്ലേ. എന്താണ് നമുക്ക് വേണ്ടത്? ചിട്ടയായിട്ടുള്ള ഒരു സതോവൃത്തി, ഉയർന്ന ഭക്തന്മാരുടെ അസോസിയേഷൻ. അസോസിയേഷൻ.
ഉം. വാസ്തവത്തിൽ നമ്മള് ഉത്സാഹം നമ്മൾ എങ്ങനെയായാലും നിലനിർത്തണം ഭക്തിയിൽ, അല്ലേ? ഉം. ആ ഉത്സാഹം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒഴിക്കുന്ന ജലം എന്ന് പറയുന്നുണ്ടല്ലോ. ആ ലക്ഷ്യബോധത്തിലേക്ക് എത്താനുള്ള ആദ്യം ലക്ഷ്യബോധം നമ്പർ 1 അതാണ്. നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ ഈ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഒരു മാർഗം നമ്മൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തോടെ ആയിരിക്കണം. പ്രഭുപാദ് പറയുന്നു, ലക്ഷ്യബോധം ഇല്ലാത്തൊരു മാർഗം എന്ന് പറയുന്നത് ഈ ചില ആൾക്കാർ കാർ ഓടിക്കാൻ വേണ്ടി കാർ ഓടിക്കുന്നവരുണ്ട്, അല്ലേ? അവർക്കൊരു ഡെസ്റ്റിനേഷൻ എവിടെ ചെന്ന് എത്തണം എന്നില്ല, ചുമ്മാ കുറെ ഓടിക്കുക, കുറച്ച് സിഗ്നലിൽ നിൽക്കുക, വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക, കുറെ ഓടിച്ചു, കുറെ പെട്രോൾ കത്തിച്ചു, പക്ഷേ ഒരു ലക്ഷ്യമില്ല. എന്ന് പറയുന്നത് പോലെ ഒരു മതച്ചടങ്ങായി നമുക്ക് തീരാൻ ആർക്കും, ഹിന്ദുമതമാണെങ്കിലും ശരി, മറ്റു മതങ്ങളാണെങ്കിലും ശരി, കൃഷ്ണാവബോധത്തിനെ നമുക്ക് മതമാക്കി തീർക്കാം, അല്ലേ? എല്ലാറ്റിനും നമുക്ക് ചടങ്ങാക്കി തീർക്കാം. നമ്മൾ ഈ ജപിക്കുന്ന ഹരേ കൃഷ്ണയെയും നമുക്ക് ചടങ്ങാക്കി തീർക്കാം. എന്തിനധികം പറയുന്നു, നമ്മുടെ ഈ ചൈതന്യ ചരിതാമൃത റീഡിങ്ങിനെ തന്നെ നമുക്കൊരു ചടങ്ങാക്കി തീർക്കാം, അല്ലേ? കൂടുതലൊന്നും പറയണ്ടല്ലേ, ഇതിനെ തന്നെ നമുക്കൊരു ചടങ്ങാക്കാം. എന്തോ ശരി, കേൾക്കുന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി തീർക്കാം വേണമെങ്കിൽ, ഇല്ലേ? മനസ്സിനെ എന്തിനേയും ചടങ്ങാക്കി തീർക്കാൻ ഉള്ള കഴിവുണ്ട്. ലക്ഷ്യബോധം മറക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ വീണ്ടും 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 നമ്മൾ ലക്ഷ്യത്തിലേക്ക്, ഓരോ ദിവസവും നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അതിലേക്ക് ഉന്നം വെക്കണം. നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിലൊരു റീസെന്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഉം. ഉം. ഇടയ്ക്കിടയ്ക്ക് ആ ഉണ്ട്. ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്ന മാപ്പ് വീണ്ടും റൂട്ട് ചെയ്യും. അതെ. എന്ന് പറയുന്നത് പോലെ ഇത് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഭക്തി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിനെ റീസെന്റർ ചെയ്യണം. ഓക്കെ, ഞാൻ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുക, എങ്ങനെ സംഭവിക്കുന്നു, ഇനി എങ്ങോട്ടാണ്, എന്താണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, ഏതാണ് ഞാൻ റൂട്ട് മാറ്റി പിടിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ഒരു ആത്മവിചിന്തനം, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ഒരു ആത്മവിചിന്തനം ഒരു ഭക്തന് അത്യന്താപേക്ഷിതമാണ്. അതൊരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. നമ്മുടെ ഒരു ആത്മാർത്ഥതയുടെ ലക്ഷണമാണ് നമ്മുടെ ഒരു ആത്മവിചിന്തനം, റൈറ്റ്? സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകാനും ആ ഉള്ള ലക്ഷ്യബോധത്തെ സംരക്ഷിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ചടങ്ങായി അധപ്പതിക്കാതെ നമ്മുടെ കൃഷ്ണാവബോധ പ്രക്രിയകളെ നമുക്ക് ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ല? വർഷങ്ങളോളം എടുത്തു പറയേണ്ട പല ഉദാഹരണങ്ങളുണ്ട്. പ്രഭുപാദിന്റെ എത്ര എത്ര ശിഷ്യന്മാര് നമ്മൾ കാണുന്നു. അവർ ഇത്ര വർഷങ്ങളായിട്ടും അവര് ഒരു അയവില്ലാതെ അവരുടെ ഉത്സാഹത്തിൽ തെല്ലുപോലും ഒരു കുറവ് വരാതെ അത് വർദ്ധിച്ചുകൊണ്ട് വരികയാണ്, അല്ലെ? അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ വൃക്ഷവുമായിട്ട്, അതേപോലെ അദ്വൈതാചാര്യരുടെ തായ്തടിയുമായിട്ടൊക്കെ നമ്മൾ ഇനിയും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവ്, സ്പഷ്ടമായ തെളിവ് അതാണ്. നമ്മുടെ ഉത്സാഹം വല്ലപ്പോഴും ഒക്കെ കുറയും, അത് സ്വാഭാവികമാണ്, ഇല്ലേ? വേനൽക്കാലത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ശാഖയാണെങ്കിൽ പോലും ആ ശാഖയിൽ വെള്ളത്തിന്റെ തോത് കുറയും, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, ജീവൻ ഒരിക്കലും നഷ്ടപ്പെടില്ല, അല്ലേ? സോ അങ്ങനെയുള്ള ഭക്തന്മാരുടെ അസോസിയേഷൻ, അങ്ങനെയുള്ള ശാഖകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക. പിന്നെ നമ്മൾ സ്വയം ആ ഒരു ഉത്സാഹം, ആ ഒരു ലക്ഷ്യബോധം കൈവിടാതെ നിലനിർത്തുക, അത് വളരെ പ്രധാനമാണ്. അതിൽ ഈ പറയുന്ന പോലെ അസോസിയേഷൻ, പിന്നെ പ്രഭുപാദിന്റെ പുസ്തകങ്ങളുടെ റീഡിങ്, ഡിസ്കഷൻ, ഇതൊക്കെ വളരെ, അതുകൊണ്ടാണ് ഇതിന് അത്രയും പ്രാധാന്യം പറയുന്നത്, റൈറ്റ്? നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചത് വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഇതില്ലായിരുന്നെങ്കിൽ ഉണങ്ങിപ്പോയേനെ, അതില് സംശയമില്ല അതിൽ, അല്ലേ? ഹരേ കൃഷ്ണ പ്രഭു, അതൊരു ഉണങ്ങിയിരിക്കുന്നവർക്കൊരു ജീവൻ വെക്കാൻ എന്നെ പോലുള്ളവർക്കൊരു സഹായകമാണ് ചൈതന്യ ചരിതാമൃത റീഡിങ്. സോ നമ്മൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണം, അത് ഒരു പ്രധാന കാര്യമാണ്. സോ ഇത് വന്നു കഴിഞ്ഞാലേ ആൾക്കാർക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചൈതന്യ ചരിതാമൃതം മാത്രമല്ല പറയുന്നത്, ഇതുപോലെ വേറെ റീഡിംഗ് ഗ്രൂപ്പ്സ് ആവാം, നമ്മൾ മാത്രമേ പാടുള്ളൂ എന്നല്ല പറയുന്നത്. പക്ഷേ അത് വേണം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും, ഹിന്ദുക്കൾ അങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ
ഉണങ്ങി പോകാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, അല്ലേ? സോ ഹിന്ദു മതത്തിൽ പ്രധാനമായിട്ട് ആ ലക്ഷ്യമില്ല. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ചിലർ പറയുന്നു ബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ, ചിലർ പറയുന്നു ഈ ലോകത്തിൽ സുഖമായിട്ടിരിക്കാൻ, ധാന്യം ധനം പശും ബഹുപുത്ര ലാഭം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. അതാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയൊരു ന്യൂനത. അപ്പോ സ്വരൂപ് പ്രഭു പറഞ്ഞതുപോലെ നമുക്ക് ഒരു ജീവൻ ഇല്ലാത്ത ശാഖയിൽ നിന്ന് വീണ്ടും ജീവൻ വയ്ക്കാൻ സാധിക്കില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ആ ജീവൻ ഇല്ലാത്ത ശാഖ ആദ്യം അതിന് ജീവൻ വെച്ച് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ശാഖകൾക്ക് ജീവൻ നൽകാൻ സാധിക്കും, അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് കൃഷ്ണാവബോധം ആണ്, പ്രഭുപാദ് പറയുന്നു, ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനമായിരിക്കും ഹിന്ദു മതത്തിന്റെയും ഒരു രക്ഷ. എന്താ പറയാ, ഹിന്ദു മതത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ കൃഷ്ണാവബോധത്തിന് സാധിക്കുള്ളൂ, അല്ലേ? പക്ഷെ കൃഷ്ണാവബോധത്തിനെ തന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആർക്കാണ് സാധിക്കുക? വേറെ ആർക്കും പറ്റില്ല. കൃഷ്ണാവബോധത്തിന് തന്നെ സാധിക്കുള്ളൂ, അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇപ്പം ലക്ഷ്യബോധം വേണം എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഇതിന്റെ തകർച്ച അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാത്തതിന്റെ മെയിൻ കാരണം നമ്മൾ ഓരോ വ്യക്തികളും അല്ലേ? എന്ന് വെച്ചാല് നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നമ്മൾ വായിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ ചൈതന്യം എല്ലാം. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പ്രഭു പറഞ്ഞതിലൊരു സ്ട്രൈക്ക് ചെയ്തത് അല്ലെങ്കിൽ തലയിൽ അടി കൊണ്ട പോയിന്റ് എന്ന് വെച്ചത്, നമുക്ക് എല്ലാത്തിനെയും ഒരു ചടങ്ങാക്കി മാറ്റാം. ജപം പോലും അത് സത്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്, മിക്കവാറും സംഭവിക്കുന്നുണ്ട്. കാരണം ചിലപ്പോ ജപം 16 കൊണ്ട് തീർക്കലൊരു ചടങ്ങായി മാറാറുണ്ട്. കാരണം ഓരോ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ അത്രയ്ക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജപം ഒരു തീർക്കൽ ചടങ്ങാക്കി മാറ്റുന്ന ദിവസങ്ങളുണ്ട്. എണ്ണം നോക്കി ഫോക്കസ് ചെയ്യും, ഇത്രയും കൂടി ഉണ്ടെന്നുള്ളത്. ചിലപ്പോൾ ഒരു അത്യാവശ്യ കാര്യമാണെങ്കിൽ ചിലപ്പോൾ ചൈതന്യ ചരിതാമൃതം അല്ലെങ്കിൽ ഭാഗവതം വായന ഒരു വേഗം ചെയ്യേണ്ടത് കൊണ്ട് ചെയ്തു എന്നിട്ട് ഓടിപ്പോകുന്ന ലക്ഷണമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രഭു പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത്, ശരി അങ്ങനെ പോയാൽ അത് എനിക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സംഭവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഉണങ്ങാൻ തുടങ്ങും. അപ്പോ ഇതിപ്പോ ഇന്ന് കേട്ടപ്പോൾ എനിക്കതൊരു ശരിക്കും ഒരു ഇത് തോന്നി. കാരണം അത് സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ ശരിക്കും ഇൻഡിവിജ്വലി അതിനെ ആ ഒരു ലൈഫിൽ അപ്ലൈ ചെയ്താൽ മാത്രമല്ലേ അത് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചു, ഇപ്പൊ ഭഗവത്ഗീത വായിച്ചു, ചൈതന്യചരിതാമൃതം വായിച്ചു, ഭാഗവതം വായിച്ചു, അല്ലെങ്കിൽ അത് കേട്ടു. പക്ഷെ അത് നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലേ? ഇപ്പൊ നമ്മൾ കാമം ക്രോധം ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോധം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ കേട്ടതിനും വായിച്ചതിനും ഫലമില്ല എന്ന് പറയുന്ന പോലെയല്ലേ? അപ്പൊ ഒരു ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, വ്യക്തികളിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ നമ്മുടെ ആത്മാർത്ഥതയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഹരേഷ, എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞതിലൊരു 2 പ്രധാന കാര്യങ്ങൾ എനിക്ക് തോന്നി. ഒന്ന് വന്നിട്ട് വ്യക്തികളിൽ നിന്നുള്ളത് മാത്രമല്ല, ഇതൊരു ഭൗതിക ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. അതായത് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങള് നാശത്തിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോ വലിയ ഉദാഹരണം ഒന്നും പറയണ്ട, ഒരു ഇരുമ്പ് വെറുതെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തുരുമ്പിക്കും, അല്ലേ? അതെ. മാതാജിമാർക്ക് അറിയാം, അടുക്കള ഒന്നും ചെയ്യാതിരുന്നാൽ മതി, അവിടെ പാചകം പോലും ചെയ്യണമെന്നില്ല. വെറുതെ ഒരാഴ്ച നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മണിക്കൂറുകൾ എടുക്കില്ല അതിന് വൃത്തിയാക്കി എടുക്കാൻ, ശരിയല്ലേ? നമ്മളൊന്നും ചെയ്തില്ല അവിടെ. പക്ഷെ ഭൗതിക ലോകത്തിന്റെ നേച്ചറാണ് എവിടുന്നെങ്കിലുമൊക്കെ പൊടി പടലവും പാറ്റയും പല്ലിയും അതും ഇതൊക്കെ വന്ന് അത് സ്വാഭാവികമാണ്, അല്ലെ? ഒരു നദി ഒഴുകുന്ന നദിയിൽ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒഴുക്കിന്റെ കൂടെ പോകുന്നു പറയുന്നത് പോലെയാണ്, അല്ലെ? അത് നമ്മൾ അതായത് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണമെങ്കിൽ പോലും നമ്മൾ എന്താണ് ആ നദിയുടെ പ്രവാഹത്തിനെതിരെ നമ്മൾ നീന്തിയാൽ മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും നമുക്ക് എഫേർട്ട് ആവശ്യമുണ്ട്, ശരിയല്ലേ? അപ്പൊ അത് സ്വാഭാവികമാണ്. നമ്മുടെ ഉത്സാഹത്തിന് കോട്ടം തട്ടുകയും നമ്മൾ കാര്യങ്ങൾ ചടങ്ങായി തീരുക എന്ന് പറയുന്നത്, നമ്മൾ അതിനൊരു അയ്യോ ഞാനിങ്ങനെ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തലയിൽ അടിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്
എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കാനോ സാധിക്കുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിൽ ഇത് നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചടങ്ങായി തീരാൻ നിമിഷങ്ങൾ മതി. എന്ന് വെച്ചാൽ അത് തന്നെത്താനെ സംഭവിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ രണ്ട് ആ, പേര് ഉത്തരവാദിത്വം എടുക്കണം. ഒന്ന്, ആ ഭക്തൻ തന്നെ ഉത്തരവാദിത്വം എടുക്കണം. പക്ഷെ അതിലും കൂടുതൽ പറയാതിരിക്കാൻ വയ്യ, പക്ഷെ പറഞ്ഞേ പറ്റൂ. നേതൃത്വത്തിന് പ്രാധാന്യമുണ്ട്, ലീഡർഷിപ്പിന്. റൈറ്റ്? അപ്പോ ചടങ്ങായി തീർക്കാൻ വളരെ എളുപ്പമാണ്. എന്തിനോ ചെയ്യുന്നു, എന്തിനോ എന്താ പറയുക, ഈവൻ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും നമുക്കൊരു ചടങ്ങാക്കി മാറ്റാം. അപ്പോ അങ്ങനെ ആവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് ഇതിനോട് എന്താണ്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവം തോന്നുന്ന, ഇതൊരു പ്രശ്നമാണ്, നമ്മളൊരു മതമായി, നമ്മളൊരു ചടങ്ങായി മാറരുത്, നമ്മൾ ലക്ഷ്യബോധം കൈവിടരുത്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് ഉള്ളൊരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉള്ള ഭക്തന്മാരുണ്ടാവുമല്ലോ. ശരിയല്ലേ? ഇപ്പോ ആ, ചൈതന്യ മഹാപ്രഭുവിന് ശേഷം ഈ ഗൗഡിയ പ്രസ്ഥാനം ഒരു ചടങ്ങായി മാറി, ഒരു ലക്ഷ്യബോധം മറന്നു എന്ന് മാത്രമല്ല, അതിൽ പാപപ്രവർത്തനങ്ങൾ കയറി വന്നു, സഹജീയന്മാർ വന്നു. അപ്പൊ ഭക്തിവിനോദ് ഠാക്കൂറിന് തോന്നി ഇങ്ങനെ വിട്ടാൽ സാധിക്കില്ല. ഈ മഹാപ്രഭു ഇത്രയും പ്രയാസപ്പെട്ട് സ്ഥാപിച്ച ഈ പ്രസ്ഥാനം, എത്രയോ ആചാര്യന്മാര്, ഷഡ്ഗോസ്വാമിമാര് പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഈ പ്രസ്ഥാനം, അതിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് അങ്ങനെ അത് ചടങ്ങായി മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭക്തിവിനോദ് ഠാക്കൂർ അത് കണ്ടിട്ട് ദുഃഖിച്ച് അതിനൊരു എഫേർട്ട് എടുത്തു. ശരിയല്ലേ? അപ്പൊ അതുപോലെ അത് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല ധോത്തി കുർത്തയും അല്ലെങ്കിൽ നല്ല കാണാൻ ഭംഗിയുണ്ടാവണം, അങ്ങനെയൊന്നും ഇല്ല. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവത്തോടെ എടുത്തിട്ട് നമ്മൾ പ്രഭുപാദിനെ ഫോളോ ചെയ്യുന്നതിൽ അയവ് വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയസ്നെസ് തോന്നുന്നത് ഒരാളാവണമെന്നില്ല, കൂട്ടമായിട്ട് ആവാം. ഇല്ലേ? ഒരു 4-5 പേര്, ചിലപ്പോൾ മാതാജിമാര് ചേർന്നിട്ടാവാം, പ്രഭുക്കന്മാർ ചേർന്നിട്ട്, അങ്ങനെയൊന്നും അതിൽ ഇതില്ല. നമ്മുടെ ഏരിയ ഉണ്ടല്ലോ, നമുക്ക് സ്വാധീനമുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു പുറകോട്ട് പോവാതെ നമ്മൾ ആ ഉത്സാഹം നിലനിർത്താനും ലക്ഷ്യബോധം എപ്പോഴും വ്യക്തമാക്കി വെക്കാനും അതിനെ റീസെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാക്കി ഭഗവാൻ ചെയ്തോളും. ഇല്ലേ? ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ് എന്ന് പറയുന്ന പോലെ അവനവനെ സഹായിക്കുന്നവനെ ദൈവം സഹായിക്കും. സോ ഇതൊരു വലിയൊരു വിഷയമാണ്. നമുക്കും ഇങ്ങനെ ആയിത്തീരാം, ആവാതിരിക്കണം നമ്മൾ. ഇല്ലേ? അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയുന്നു. ലാസ്റ്റ് പാരഗ്രാഫിൽ പ്രഭുപാദ് പറയുന്നു അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 386 പറയുന്നു എന്താ ചെയ്യേണ്ടത്. നമ്മൾ കാണാൻ ഇടയാകുന്നവരോടെല്ലാം ഭഗവത്ഗീത യഥാരൂപത്തിലും ശ്രീമദ് ഭാഗവതത്തിലും പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണകഥാ തത്വങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകുക മാത്രമേ ഒരുവൻ ചെയ്യേണ്ടതുള്ളൂ. ഇല്ലേ? ഈ ലക്ഷ്യബോധം വീണ്ടെടുക്കാനും ഉത്സാഹം എന്ന് പറയുന്ന ജലം, ആ വെള്ളം, ആ ഒരു എനർജി ആ ശാഖയിലേക്ക് വീണ്ടും എന്താണ് അയച്ചു വിടാനും അതിനെ പമ്പ് ചെയ്ത ആ ശാഖയിലേക്ക് എത്തിക്കാനും നമ്മൾ ഒരുപാട് തലകുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എളുപ്പമാണ്. ഇത് മാത്രം ചെയ്താൽ മതി. ഈ പാരഗ്രാഫ് മുഴുവൻ വായിക്കാൻ യാരദേഖേ താരകഹോ കൃഷ്ണോപദേശം. പ്രത്യേകിച്ച് ഭക്തന്മാർക്കുള്ളില് ജാരദേഖോ താരകഹോ പിന്നീടുള്ളത്. ആദ്യത്തത് മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം. അല്ലെ? ആദ്യം വീട്ടുചോറ് പിന്നെ വിരുന്നുചോറ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം വീട്ടിന്റെ കാര്യം നോക്കുക, സ്വന്തം കാര്യം ആദ്യം നോക്കുക, പിന്നെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അപ്പോൾ കാണാനിടയാകുന്നവരോടെല്ലാം ഭഗവത്ഗീത യഥാരൂപത്തിലും ശ്രീമദ് ഭാഗവതത്തിലും പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണകഥാ തത്വങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകുക മാത്രമേ ഒരുവൻ ചെയ്യേണ്ടതുള്ളൂ. കൃഷ്ണകഥയിലും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിലും താല്പര്യമില്ലാത്ത ഒരാൾ എന്ന് വെച്ചാൽ ആ ലക്ഷ്യബോധം ഇല്ലാതെ എന്തോ ചടങ്ങ് പോലെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ താല്പര്യം, ഈ ലക്ഷ്യം വിടരുത്, ലക്ഷ്യത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ലക്ഷ്യത്തിലേക്ക് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കണം എന്ന് താല്പര്യം ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ത് സംഭവിക്കും? ജീവശക്തി ഇല്ലാത്ത ഉണങ്ങിയ ഉപയോഗശൂന്യമായ മരം പോലെയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ നേരിട്ട് ജലസേചനം ചെയ്യപ്പെടുന്ന ഇസ്കോൺ ശാഖ, പ്രഭുപാദ് ആഗ്രഹിക്കുന്നു ഇസ്കോൺ ശാഖ ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ? മഹാപ്രഭുവിനാൽ നേരിട്ട് ജലസേചനം ചെയ്യപ്പെടുന്ന ഇസ്കോൺ ആയിരിക്കണം.
നിസ്സംശയം വിജയകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹിന്ദുമതത്തിന്റെ വിച്ഛേദിക്കപ്പെട്ട ചില ശാഖകൾ ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനോട് അസൂയയുള്ളവരാണ്. സോ നമുക്കൊരു താക്കീതാണത്. അത് വ്യക്തിപരമായി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വളരെ പ്രാധാന്യമുള്ളത്. അസൂയുള്ളവരാകുന്നു. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനോടും കൃഷ്ണാവബോധം ഉള്ളവരോടും ഉം. മറ്റുള്ള ഭക്തിയിലുള്ളവര് അസൂയുള്ളവരാണ്. കാരണം നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്നിരിക്കട്ടെ. ആദ്യം നമ്മൾ കൃഷ്ണോബോധത്തിൽ വന്നപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഫ്രീ ടേസ്റ്റ് ആണ്. ഭഗവാൻ ആദ്യം സാമ്പിൾ തരുന്ന പോലെയാണ്. ഈ ചില പ്രോഡക്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഇത് പലരും പല സീനിയർ ഡ്യൂട്ടീസും പറഞ്ഞിട്ടുള്ളതാണ്. പണ്ടൊക്കെ ഈ ഹോർലിക്സ് അല്ലെങ്കിൽ ബോൺവിറ്റ വല്ലതൊക്കെ നമ്മൾ ചെറിയ പാക്കറ്റിൽ കിട്ടും. അത് ഫ്രീ സാമ്പിൾ ആണ്. അത് കൊണ്ടുപോയി 4 പ്രാവശ്യം വീട്ടിൽ വെച്ച് കഴിക്കുമ്പോഴാണോ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മൾ 500 ഗ്രാമിന് നമ്മൾ അപ്പോഴേ മേടിക്കുള്ളൂ അല്ലേ. അപ്പൊ ആദ്യത്തത് ഫ്രീ സാമ്പിൾ ആണ്. പിന്നെ ഫ്രീ കിട്ടില്ല, പിന്നൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്ന പരിപാടിയാണ് അല്ലേ. ഈ ജിയോ കണക്ഷന്റെ കാര്യം ഓർമ്മയുണ്ടോ? പണ്ട് എല്ലാവരും തുടക്കത്തില് ഫ്രീ തുടക്കത്തിൽ എന്തോ ഫ്രീ അല്ലേ? ആയിരുന്നു. അതൊക്കെ അത് കഴി ഭയങ്കരമായിട്ട് അപ്പൊ അതുപോലെയാണ് കൃഷ്ണാവബോധത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആദ്യം ആദ്യം ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ആ വില കൊടുക്കണം അല്ലേ. അപ്പോ പക്ഷെ നമ്മൾ ആ വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. കാര്യം ആ വില കൊടുത്താൽ കിട്ടുന്നത് ആ കൊടുത്ത വിലയെക്കാളും വില മതിക്കാവാത്ത എന്തോ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പക്ഷെ നമ്മൾ ആ വില കൊടുക്കണം. അപ്പൊ അങ്ങനെ വില കൊടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടും ഭക്തിയിൽ അല്ലേ. ആ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ആ ടേസ്റ്റ് കിട്ടിയാൽ നമുക്ക് ആ ടേസ്റ്റ് കാരണം നമ്മൾ നിൽക്കും. ആ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരോട് അസൂയ ഉണ്ടാവും. ശരിയാണോ? സോ അതൊക്കെ വളരെ ദുഃഖകരമാണ്. ഭക്തന്മാർക്ക് ഇത് സംഭവിക്കാറുണ്ട്, നമുക്കും സംഭവിച്ചിട്ടുണ്ടാവാം. എന്ത് ചെയ്തിട്ട് നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ആ ടേസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ടെസ്റ്റ് കിട്ടിയുണ്ട്. എന്താ പ്രഭു? ടെസ്റ്റ് കിട്ടിയത് കൊണ്ട് നമ്മൾ വില കൊടുത്ത് മേടിക്കും. വില കൊടുത്ത് മേടിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ ആ വില കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, അതിനുള്ളൊരു ഉത്സാഹം, അതിനുള്ളൊരു നമ്മളെ എനർജി നമ്മൾ എടുത്തില്ലെങ്കിൽ, ടേസ്റ്റ് കിട്ടാതെ ആവുമ്പോൾ ഈ കിട്ടാതെ ആവുന്നതും സ്വാഭാവികമാണ്. അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ടേസ്റ്റ് കിട്ടാതെ ആവുമ്പോൾ അത് കിട്ടാതാവുന്നതും ചിലപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? 2 രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് അസൂയപ്പെടാം മറ്റുള്ളവരെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കാം. കൃഷ്ണ, എനിക്ക് ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തും ഭക്തന്മാരുടെ അടുത്തും പ്രാർത്ഥിക്കാം. അതിനും രണ്ടിനും 2 റിസൾട്ട് ആയിരിക്കും അല്ലെ. അസൂയപ്പെട്ട് വീണ്ടും ഉണങ്ങിപ്പോവാം, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹ്യൂമിലിറ്റി, വിനയം അതുണ്ടെങ്കിൽ വീണ്ടും ഭഗവാൻ ടേസ്റ്റ് തരും അല്ലേ. സോ അതുകൊണ്ട് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ശ്ലോകം ആണ് തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഈ കീർത്തനീയ സദാഹരി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ട്. എല്ലായ്പ്പോഴും ഹരിനാമം ജപിക്കുക എന്നുള്ളത് ഒരു അർത്ഥം. മറ്റൊരർത്ഥം നമ്മുടെ എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിലിരിക്കുക. അതിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. കീർത്തനീയ സദാ വായിച്ചത് മനനം ചെയ്യുക. അതാണോ കീർത്തനീയ സദാഹരി എന്ന് വെച്ചാൽ? ഓക്കെ, അതൊക്കെ ഓക്കെ. ഈ സദാ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും എന്നാണ് വാസ്തവത്തിൽ അർത്ഥം. പക്ഷെ സദാ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ട്. നമ്മള് ഏത് വയസ്സിലാണോ നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നത്, സപ്പോസ് 30ഓ 40ഓ വയസ്സിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സിലും നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഉത്സാഹമായിട്ടിരിക്കുക. സദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ലും ഉത്സാഹമായിരിക്കുക, 60ലും ഉത്സാഹമായിരിക്കുക, 70ലും ഉത്സാഹമായിരിക്കുക. അവസാനം മരിക്കുന്ന സമയം വരെ ആ ഉത്സാഹം നിലനിർത്തുക എന്നുള്ളതും കീർത്തനീയ സദാഹരി എന്നുള്ളതിന് അർത്ഥമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഉത്സാഹം നിലനിർത്തുന്ന ഭക്തന്മാരെ കണ്ട് അവരുടെ കൂടെ കൂടി എനിക്കും കുറച്ച് ഉത്സാഹം തരൂ, ഞാൻ ഉണങ്ങിയ ശാഖ ആവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെ.
എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ഒരു സ്ട്രഗിൾ. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി ഒരു എന്താ പറയാ, ഒരു വെമ്പൽ കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കില്ലേ? ഉണ്ട്. അങ്ങനെ ഒരു ഉണ്ട്. വാക്കില്ലേ? വെമ്പൽ ഉണ്ട്, കൊണ്ട് ഉണ്ട്. അതെ. അപ്പൊ വെമ്പൽ, അത് മച്ചിത്ത മത്ഗത പ്രണ. അതാണ് ജീവന്റെ ലക്ഷണം. അതായത് ഒരു മഹാരാജ് പറഞ്ഞു, നമ്മൾ ഭക്തിയില് നമ്മൾ ചെയ്യുന്നു, നമുക്ക് ശരിയാവുന്നില്ല, പക്ഷെ വീണ്ടും നമ്മൾ വീണിടത്ത് നിന്ന് എണീറ്റ് വീണ്ടും ശ്രമിക്കുന്നു, പിന്നെയും വീഴുന്നു, പിന്നെയും ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഭക്തി ചെയ്യുന്നതുണ്ടോ? അറിയുന്ന അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ ചെയ്യുന്നവരെ? ഉണ്ട് ബ്രോ. ആരാണ്? പല നമ്മുടെ ഡിവോട്ടികൾക്കും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവര് പിന്നെ എണീറ്റ് വരുന്നുണ്ട്. സാഹചര്യം അടുത്ത് കൊണ്ട് ഉം. ലക്ഷ്യബോധത്തിൽ എത്താൻ പറ്റാതെ സാഹചര്യം കൊണ്ട് മായയിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് പെട്ട് പിന്നെയും അവരുടെ ഉത്സാഹം കൊണ്ട് ആ സാഹചര്യങ്ങളിലേക്ക് എന്താ പറഞ്ഞ അതിലേക്ക് ഓവർകം ചെയ്തുകൊണ്ട് പിന്നെയും ഭക്തിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ അടുത്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ വീണ് എണീറ്റ് ഭക്തി ചെയ്യാൻ പ്രഭു വിടാതെ? അങ്ങനെയൊക്കെയാണ്. ഹരേ കൃഷ്ണ പ്രഭു. മഹാരാജ്. എണീറ്റ് തന്നെയാണ് നമ്മളൊക്കെ ഹരേ കൃഷ്ണ വരുന്നത്. പ്രഭു. ഓക്കെ. ഞാനൊക്കെ അല്ല, നമ്മൾ നമ്മുടെ പേര് പറയുമോന്ന് നോക്കുമായിരുന്നു ഇത്ര ഹരേ അല്ല, കൃഷ്ണ, അടിയിൽ ഹരേ കൃഷ്ണ പ്രഭു. തീർച്ചയായിട്ടും അത് നമ്മുടെ തന്നെയാണ് നമ്മുടെ അല്ല അവസ്ഥ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പലപ്പോഴും വീഴ്ചകൾ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. തന്നെ ഉണ്ട്. എന്ന് ഉയരാൻ ശ്രമിക്കാൻ ഒന്നുണ്ട്, ആഗ്രഹമുണ്ട്, ഉം. ഉത്സാഹമുണ്ട്. വീഴ്ചകൾ ധാരാളം ഉണ്ട്. ഈ ഭൗതികതയിൽ വീണ് മുഴുകിയിരിക്കലും ഉണ്ട്. ഈ വീണ് എഴുന്നേൽക്കുന്നത് ജീവന്റെ ലക്ഷണമാണോ, ഉണങ്ങിയ മരത്തിന്റെ ലക്ഷണമാണോ? ജീവൻ, ജീവനുള്ള ജീവന്റെ ജീവൻ, ലക്ഷണം. ജീവന്റെ. ജീവന്റെ ലക്ഷണം. ഒരു മഹാരാജ് പറഞ്ഞു, പല ഡിവോട്ടീസും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ജീവനുള്ള ഹൃദയത്തിൽ നമ്മൾ ഒരു ECG വെച്ച് കഴിഞ്ഞാൽ ആ ECG ഗ്രാഫ് എങ്ങനെയായിരിക്കും? അത് റൈറ്റ് പോകും. പ്രോപ്പറായിട്ട് അതെ പോയിക്കൊണ്ട് ഒരേപോലെ. മേലിലോട്ടും താഴോട്ടും ആയിരിക്കും. അതെ. അതെ. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ഭക്തിയിൽ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നുണ്ട്, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷപ്പെടണം. ഇപ്പോഴും ECG ഉണ്ട് ഭക്തിയില്, ഉം. റൈറ്റ്? ഹരേ കൃഷ്ണ. ഇപ്പോഴും ജീവനുണ്ട് എന്ന് നമുക്ക് ഐ സി ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഐസിയിലല്ല എപ്പോഴാണ് ഈ മരിച്ച മൃതശരീരത്തിന് ECG വെക്കുമ്പോ എങ്ങനെയായിരിക്കും അതിന്റെ, കണ്ടിട്ടുണ്ടോ? ഒരു ലൈൻ. ഒരേ ഒറ്റ ലൈനാവും. ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും. ഐസിയിലാണ് മനസ്സിലായി? അത് ഭക്തിയിൽ സ്റ്റഡി ആണെന്ന് കാണിക്കുകയല്ല, അത് ചത്തുപോയി എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ ഫ്ലാറ്റ് ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഫ്ലാറ്റായി. എപ്പോ നമുക്ക് തോന്നി ഓക്കെ ഞാൻ ഭക്തിയിൽ നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് തോന്നുമ്പോ അതിനർത്ഥം എന്താണ് വാസ്തവത്തില്? വാസ്തവത്തിൽ അത് ചടങ്ങായി മാറി എന്നർത്ഥം. ചത്തു തുടങ്ങി. ചടങ്ങായി മാറിയാലാണ് ലൈൻ ഫ്ലാറ്റ് ആവുന്നത്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എന്റെ അവസ്ഥ. അല്ല, അപ്പൊ അതുകൊണ്ട് ഫ്ലാറ്റ് ആവരുത് ഭക്തിയിൽ. മനസ്സിലായില്ലേ? ഫ്ലാറ്റിൽ ജീവിക്കാം, പക്ഷെ ഭക്തിയിൽ ഫ്ലാറ്റ് ആവരുത്. റൈറ്റ്? അപ്പൊ അത് പ്രധാന കാര്യമാണ്. ഹിന്ദു മതത്തിന് സംഭവിച്ചിരിക്കുന്ന പലപ്പോഴും അങ്ങനെയാണ്. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു ഫ്ലാറ്റ് ലൈനായിട്ട് മാറി. അവിടെ കൃഷ്ണനില്ല, കൃഷ്ണ പ്രേമം കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യബോധമില്ല, അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, അല്ലെ? അതുകൊണ്ട് ആ വെള്ളമില്ല. പക്ഷെ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ലല്ലോ പ്രഭു. അത് ഞാനില്ലാത്തോണ്ടല്ലേ കുറെ അങ്ങനെ ലക്ഷ്യബോധം ഇല്ലാതായി മാറുന്നത്. നമുക്ക് മാത്രമാണ് അങ്ങനെ ഈ ശാസ്ത്രീയ ജ്ഞാനം വളരെ കുറവാണ് നമ്മുടെ ഇതില്. നമ്മുടെ അതെന്താ മെയിൻ വെച്ചാൽ ഹിന്ദു പൂർവികന്മാർ എന്ത് അതാണ് പറഞ്ഞു ലക്ഷ്യബോധം അത് ഇല്ലാതായി മാറുന്നത്. നമ്മുടെ സത്യം. ഈ ചെറിയ ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ വരെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ മലയാളം കവിതകൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഭക്തകവികളുടെയും അങ്ങനെ നമുക്കൊരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് യാതൊരു ഇതുമില്ല. സ്കൂളുകളിൽ ഈ ഭഗവത്ഗീത ഒരു പേരിന് ഈ പറഞ്ഞ പോലെ ഒരു വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ പോലെ ഒരു അത്യാവശ്യം അത്രയെങ്കിലും അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ ഈ കൃഷ്ണാവബോധത്തിൽ വന്നവര് ഇതുമായിട്ട് ഉള്ളവര് ഈ ഇസ്കോൺ ഡിവോട്ടികളിൽ അവരുടെ കുടുംബങ്ങളിൽ ചിലപ്പോ ഇതുണ്ടാവായിരിക്കും. അല്ലാത്തവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ജ്ഞാനവും ഇല്ല. അവരോട് നമ്മൾ കൃഷ്ണകഥ ഈ പറഞ്ഞ പോലെ പറയാനൊക്കെ തുടങ്ങിയാൽ അവർക്ക് അതൊന്നും മൈൻഡല്ല. അവരതിന് ചെവി തരില്ല നമുക്ക്. അപ്പൊ ലക്ഷ്യബോധം മാത്രല്ല നമ്മൾ പറയേണ്ടത്, ഈ ജ്ഞാനത്തിന്റെ കുറവ് വളരെയധികം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 100% മതജി പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ലക്ഷ്യബോധം വേണമെങ്കിൽ ആദ്യം ലക്ഷ്യജ്ഞാനം വേണമല്ലോ, ഇല്ലേ? എന്താണ് ലക്ഷ്യം എന്നുള്ളതിനെ അറിയണം. അതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സംബന്ധജ്ഞാനം, അല്ലേ?
നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. സംബന്ധ, അഭിധേയ, പ്രയോജന എന്നൊക്കെ പറഞ്ഞിട്ട് ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ നേരത്തെ വായിച്ചിരുന്നു കഴിഞ്ഞ ബുക്കിൽ. ഓർമ്മയുണ്ടോ? ഉണ്ട് ഉണ്ട് അതെ അതെ വായിച്ചു. അതെ. അപ്പോ ഉണ്ട്. സംബന്ധജ്ഞാനം, ഞാനും കൃഷ്ണനും എന്താണ് ബന്ധം, ഈ പ്രപഞ്ചവും ഞാനും തമ്മിൽ എന്താണ് ബന്ധം, ഇതൊക്കെയാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അപ്പോ ആ സംബന്ധജ്ഞാനം ലോകത്തിന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ പ്രാർത്ഥന പ്രണാമ മന്ത്രത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ സംബന്ധ വിജ്ഞാന ദായിനേ പ്രഭവേ നമഃ എന്നാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ പ്രണാമ മന്ത്രം ഉണ്ടല്ലോ. നമോ ഓം വിഷ്ണുപാദായ എന്ന് പറയുന്ന ഭക്തി സിദ്ധാന്ത കഴിഞ്ഞ സരസ്വതി ഠാക്കൂറിന്റെ പ്രണാമ മന്ത്രത്തിൽ ഈ ഒരു ലൈൻ വരുന്നുണ്ട്, കൃഷ്ണ കഴിഞ്ഞ സംബന്ധ വിജ്ഞാന. കഴിഞ്ഞ ആഴ്ച ചൊല്ലിയതാ. കഴിഞ്ഞ ആഴ്ച ചൊല്ലിയതാണ്. അപ്പൊ കൃഷ്ണനുമായിട്ടുള്ള നമ്മുടെ സംബന്ധത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സംബന്ധത്തിനെ കുറിച്ചുള്ള വിജ്ഞാനദായിനെ, ആ അറിവ് നൽകുന്നവനെ എന്ന് പറഞ്ഞിട്ട് ആ പ്രഭുവിനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ നമസ്കരിക്കുന്നു. അപ്പൊ നമ്മള് ഇസ്കോണിന്റെ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ സൗഭാഗ്യമാണ് നമ്മൾ ഈ ജ്ഞാനം, മാതാജി പറഞ്ഞതുപോലെ കൃഷ്ണ സംബന്ധ ജ്ഞാനത്തിനെ ലോകത്തിലേക്ക് എത്തിക്കുക. നമുക്കാവുന്ന രീതിയിൽ നമ്മളൊക്കെ ക്ലാസ് എടുക്കണം. എല്ലാവരും പോയി 4 പേരോട് പറഞ്ഞ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ഒന്ന്, പുതിയ ജനങ്ങളെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം നമുക്ക് അതുവഴി കിട്ടും എന്ന് മാത്രമല്ല, ഈ ഏറ്റവും നല്ലത്, നമ്മൾ പഠിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്ന് അറിയാമോ? ഈ ചൈതന്യ ചരിതാമൃതം ക്ലാസ് വെക്കാനുള്ള ഒരു സ്വാർത്ഥ താല്പര്യം എനിക്ക് പറഞ്ഞു എന്താണെന്ന് അറിയാം? കൊടുക്കും തോറും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക, കൊടുക്കും. നമ്മൾ പഠിപ്പിക്കുക, നമ്മൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്തോറും വായിക്കുക. നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് റിപ്പീറ്റേഷൻ. ചൈതന്യ ചരിതാമൃതം സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒന്ന്. മനസ്സിലായില്ലേ? അപ്പോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെത്താനെ ഏറ്റവും നല്ല വഴി പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടുന്ന ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കണം. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഈ പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രയോറിറ്റി, ഇതിന് മുൻഗണന കൊടുക്കാതെ മറ്റെന്തെല്ലാമോ കാര്യങ്ങൾ ഹിന്ദുമതത്തിൽ സംഭവിക്കുന്നത് പോലെ ചിലപ്പോൾ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലും സംഭവിക്കാറുണ്ട്. നമ്മൾ ഈ പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ പഠിക്കലും പഠിപ്പിക്കലും ഒഴിച്ച് ബാക്കി എല്ലാ ലോകത്തുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യും. എന്നിട്ട് പറയും ഇതാണ് പ്രധാനം, ഇതാണ് പ്രധാനം, ഇതാണ് പ്രധാനം എന്ന് പറയും. ശരിയാണ്. പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും ഉള്ള വ്യഗ്രത നമ്മൾ കാണിക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അതിനർത്ഥം ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മറ്റൊന്നും സേവ ചെയ്യാൻ പാടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തമ്മിൽ ഒരു ബാലൻസ്, ഒരു നല്ല ഒരു സന്തുലനം ആവശ്യമുണ്ട്. ഇത് വളരെ 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 പ്രധാനമാണ്. നമ്മൾ ഹിന്ദുമതമായി തീരരുത്. നമ്മൾ മറ്റൊരു ഹിന്ദുമതത്തിന്റെ മറ്റൊരു പകർപ്പായി കൃഷ്ണാവബോധം തീരരുത്. ഹിന്ദുമതത്തിനെ അവർക്കൊരു ലക്ഷ്യബോധവും അവർക്ക് ഈ പറഞ്ഞ പോലെ സംബന്ധജ്ഞാനവും കൊടുത്ത് ഹിന്ദുമതത്തിനെ കൈപിടിച്ച് ഉയർത്തേണ്ടതാണ്. ഹിന്ദുമതം മാത്രമല്ല, പ്രഭുപാദ് ഏത് മതമായാലും, ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും അതിലൊക്കെ ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അവരെയൊക്കെ കൂടുതൽ ഒരു ആധ്യാത്മിക ജ്ഞാനം കൊടുത്ത് അവരെ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരു ദൗത്യമാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം ചെയ്യേണ്ടത്. ആ പ്രസ്ഥാനം സ്വന്തം വീട്ടിനകത്ത് തന്നെ അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഒരിക്കലും പതിക്കരുത്. ഞാൻ പറഞ്ഞത് കൂടിപ്പോയാൽ ശ്രമിക്കുക, പക്ഷെ ഈ ഭാവാർത്ഥത്തിൽ എഴുതിയത് അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. കറക്റ്റാണ്, 100% ശരിയാണ്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഇപ്പൊ നമ്മുടെയൊക്കെ ഞങ്ങള് ഒരു റിലേറ്റീവിന്റെ ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ അവര് ഭയങ്കര ഇതിലേക്ക് മാറുക, ഭക്തിയിലേക്ക് മാറുക. ഇപ്പൊ കുറെ ആൾക്കാരിന് കൊറോണയ്ക്ക് ശേഷം ഉണ്ടല്ലോ ഗ്രൂപ്പ് റീഡിങ്. അപ്പൊ അതില് ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രം, ദേവി മഹാത്മ്യ പാരായണം, ഇതൊക്കെ വെള്ളിയാഴ്ച എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് ഗ്രൂപ്പായിട്ട് റിലേറ്റീവ്സ് അങ്ങനെ എല്ലാരും ചേർന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാണ്. അവരോട് എന്ത് പറഞ്ഞു മനസ്സിലാവും? നമുക്ക് വിഷമം തോന്നും. എന്താ പറയാ, നമ്മള് ഹരേകൃഷ്ണ ജപിക്കാൻ നമുക്ക് ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും വലുത്, നമ്മുടെ ഹരേകൃഷ്ണ ജപത്തിലേക്കാളും വലിയ വേറൊരു മന്ത്രം ഇല്ലാന്ന് നമ്മള് പറഞ്ഞു കൊടുക്കും. എന്നാലും പക്ഷെ അവർക്ക് അതല്ല, അവർക്ക് ഈ ലളിതാ സഹസ്രനാമം ഇതൊക്കെ വായിക്കുന്നതിലാണ്, അതാണ് ഏറ്റവും വലിയ ഇത് എന്നുള്ള മട്ടിലുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ വായന നടക്കുന്നുണ്ട്. അറിയില്ല, അവർക്ക് സർവജയ മാതാജി പറഞ്ഞ പോലെ അറിയില്ല അവർക്ക്. അറിയില്ല. അതെ, അറിയില്ല. അറിയാനും ആഗ്രഹമില്ല പ്രഭു. അത് പറഞ്ഞാലും അങ്ങനെ അറിയാൻ ആഗ്രഹമില്ല.
ഹരേ അല്ല കൃഷ്ണ മന്ത്രമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. അതാണ്. അല്ല മാതാജി, അറിയാൻ ആഗ്രഹമില്ലാത്ത ചില വ്യക്തികളുണ്ട്, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഉം. ഇല്ലേ? ഈ നമാം ആ, ദുഷ്കൃതിനോ മൂഢ 4 തരത്തിലുള്ള ആൾക്കാർ എന്നെ പ്രാപിക്കില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പക്ഷേ അതെ. നമ്മള് എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ശതമാനമാണ് ഇങ്ങനെ വിദ്വേഷികളായിട്ടുള്ള വ്യക്തികൾ. ബാക്കി പൊതുവെയുള്ള ജനങ്ങളൊക്കെ അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതെ. അല്ലേ? അപ്പൊ നമ്മളത് പോയി കൊടുക്കണം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അങ്ങോട്ട് വെള്ളം കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഈ അതെ. ഒരു പ്രഭുപാദിന്റെ പുസ്തകം വായിക്കുന്നത് വഴി ഈ പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഗ്രന്ഥത്തില് അവിടെ എന്താ പറയുന്നത്? അതെല്ലാരും ഇത് ചെല്ലണമെന്ന് പറയും. അതെല്ലാവർക്കും കൂടെ ഈസി ആയിട്ട് ചെല്ലാം. ഇത് ഹരേ കൃഷ്ണ ഇത് മന്ത്രം. ശരിക്ക് ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പ്രേമജലം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഉണ്ട്. ഉണ്ടോന്നല്ല, ഇത് തീർച്ചയായിട്ടും. പറയുന്നത് ഇതിന്റെ സാഗരമാണെന്ന് പറയുന്നത്. എത്ര എടുത്താലും അതെ. തീരില്ല. അങ്ങനെയാണ് ഇതിനകത്തുള്ളത്. അല്ലെ? ഉം. അപ്പൊ അതെ. അത് നമ്മൾ കുറച്ചെടുത്ത് ആദ്യം നമ്മുടെ ദാഹം തീർക്കുക, പിന്നെ അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുക. റൈറ്റ്? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ലക്ഷ്യബോധം കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ ഒരിക്കലും മാറാതിരിക്കണം. അതിനു വേണ്ടി കാവൽക്കാരായിട്ട് നമ്മൾ തന്നെയാണ് നിൽക്കേണ്ടത്, വേറെ ആരുമല്ല. ഹരേ കൃഷ്ണ. ശരിയല്ലേ? അതെ. ഹരേ കൃഷ്ണ. 100% ശരി. യെസ് പ്രഭു, സ്വരൂപ് പ്രഭു. അതെ പ്രഭു, ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞ 100%. ഓക്കെ, അപ്പൊ അതോടെ നമുക്ക് അടുത്ത ഭാവാർത്ഥങ്ങളിലേക്ക്, അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകാം. കുറച്ച് സമയമുണ്ട്. വായിച്ചില്ല എന്ന് വേണ്ട, ഭാവാർത്ഥങ്ങൾ ഇല്ലാത്ത ശ്ലോകമാണ്. നമുക്കൊരു 81 വരെ വായിച്ചാലോ? ഉം. ഇതൊന്നും മറക്കരുത് കേട്ടോ. കാര്യം ഇത് ഇന്നും ഇന്നലെ കമലാകാന്ത വിശ്വാസിനെ കുറിച്ച് സംസാരിച്ചു. രാത്രിയൊക്കെ ഉറക്കത്തിൽ കമലാകാന്ത വിശ്വാസമായിരുന്നു. അല്ലെ? അതെ. അദ്വൈതാചാര്യനും കമലാകാന്ത വിശ്വാസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. നമ്മളിത് ഈ ഒരു ടേസ്റ്റ്, ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു അന്തരീക്ഷത്തിന്റെ എന്താ പറയാ, ദൗർലഭ്യമാണ് ലോകത്തിലെ തന്നെ പ്രശ്നങ്ങൾക്ക് കാരണം, ഹിന്ദുമതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ടേസ്റ്റ് ഇല്ലായ്മ, നിർജീവമായിട്ട് ജലമില്ലാതെ ഉണങ്ങിപ്പോകും. അപ്പൊ നമ്മൾ അങ്ങനെ ഉണങ്ങിയതാവരുത്. ഉണങ്ങരുത്. ചൈതന്യ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകാശം. ജീവനുള്ള ആ, ആദ്യമായിട്ടുള്ള ജീവശക്തിയാണ് ചൈതന്യ. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം വായിക്കുന്ന നമുക്കൊരിക്കലും ജീവനില്ലാതെ പോകരുത്. ഇത് വായിക്കുക, കൂടുതൽ ജീവനുള്ളവരാവുക, പിന്നെ മറ്റുള്ളവർക്ക് ജീവൻ വെപ്പിക്കുക. അത് നമുക്കതിനൊരു എന്താ പറയാ, ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്, നമുക്കൊരു എന്താ പറയാ, നിമിത്തമായിട്ട് നമുക്ക് മാറാം എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ഞാൻ വായിച്ചു തുടങ്ങട്ടെ. അതിന്റെ ഒരു ഭാഗം ഞാൻ ഒന്നും കൂടെ പറയട്ടെ. അപ്പൊ ജീവനുള്ളതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് അടുത്ത ആര് വായിക്കുന്നു ചോദിക്കുമ്പോ ഒരു 2 മിനിറ്റ് നിശബ്ദത, അത് വലിയ ജീവന്റെ അതാണ് ഞാൻ തുടങ്ങി വെച്ചത്. ഉറക്കെ പറഞ്ഞു. എല്ലാരും ഞാൻ വായിക്കാന്ന് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയണം. ഇനിയിപ്പോ നമുക്ക് പരീക്ഷിക്കാം. ഇതൊരു ടെസ്റ്റ് ആയിട്ട് വെക്കാം രാജേഷ് പ്രഭു. അടുത്തത് ആരാ വായിക്കാന്ന് പറയുമ്പോ ഒരു നിശബ്ദത ഉണ്ടെങ്കിൽ എന്തോ എവിടെയോ മോട്ടോർ ജീവനില്ലായ്മ ഉണ്ട്. വീണ്ടും അടിക്കണം, വെള്ളം കൊടുക്കണം. ഹരേ കൃഷ്ണ. ഇപ്പൊ സർവജയ മാതാജി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ നാരോത്തം പ്രഭുവിന് എന്തോ പറയാനുണ്ട്. അല്ല, വേറൊന്നുമല്ല. പ്രഭു പറഞ്ഞ തമാശക്ക് പറഞ്ഞാണെങ്കിലും രാത്രി കിടന്ന സ്വപ്നത്തിൽ നമ്മൾ വായിച്ചതിന്റെ പല രീതിയിൽ എന്റെ മനസ്സിൽ വരാറുണ്ട്, സ്വപ്നത്തിൽ വരാറുണ്ട്. ഇതോട് ബന്ധപ്പെട്ടതാണെന്ന് മാത്രം, നമ്മൾ വായിച്ച പോലെയല്ല എന്ന് മാത്രം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. കേട്ടു. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 74. ആചാര്യര കൃപാര ഭജന അനായാസേ പായില സേ ചൈതന്യ ചരണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് വിജയ്. മഹാപ്രഭുവിന്റെ പാത കൃത്യമായി പിന്തുടർന്ന ഭക്തന്മാർ അദ്വൈതന്റെ കാരുണ്യത്താൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരണാശ്രയം നിഷ്പ്രയാസം നേടി. ശ്ലോകം 75. അച്യുതേരായ സൈമദ സാര ആരായധ മദ സഭ ഹൈലാചാരഘര. വിവർത്തനം. ആയതിനാൽ അച്യുതാനന്ദന്റെ പാത ആത്മീയ ജീവിതത്തിന്റെ സാരമായി കണക്കാക്കേണ്ടതുണ്ട്. ഈ പാത പിന്തുടരാഞ്ഞവർ ചിതറിപ്പോയതായി കാണാം. ശ്ലോകം 78. സേ ആചാര്യ
ഗണേ മോര കോടി നമസ്കാര അച്യുതാനന്ദ പ്രായ ചൈതന്യ ജീവന യാൻഹാര. വിവർത്തനം. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ ജീവനായി കരുതിയ അച്യുതാനന്ദന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഞാൻ കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. ശ്ലോകം 77. ഏത കഹിലാൻ ആചാര്യ ഗോസായിരഗണ തിനസ്കന്ധ ശാഖാര കൈലാസംക്ഷേപ ഗണന. വിവർത്തനം. അപ്രകാരം ഞാൻ അദ്വൈതാചാര്യന്റെ പിൻഗാമികളുടെ 3 ശാഖകളെ അച്യുതാനന്ദൻ, കൃഷ്ണമിശ്രൻ, ഗോപാലൻ സംഗ്രഹിച്ച് വിവരിച്ചു. ശ്ലോകം 78. ശാഖ ഉപശാഖ താരാനാഹിക ഗണന കിച്ചു മാത്ര സ്കാഹികാരി ദിഗ്ദർശന. വിവർത്തനം. അദ്വൈതാചാര്യന്റെ അസംഖ്യം ശാഖോപശാഖകളുണ്ട്. അവയെ മുഴുവൻ എണ്ണിത്തിട്ടപ്പെടുത്തുക വിഷമകരമാണ്. ഞാൻ അവയുടെ ഒരു ക്ഷണദർശനം മാത്രം നൽകിയിരിക്കുന്നു. ശ്ലോകം 79. ത്രിഗദധര പണ്ഡിത ശാഖ തേ മഹോത്തമ താൻഡ ഉപശാഖ കിച്ചു കരിയെ ഗണന. വിവർത്തനം. അദ്വൈത ആചാര്യന്റെ ശാഖകളെയും ഉപശാഖകളെയും കുറിച്ച് വിവരിച്ച ഞാൻ ഇനി മഹനീയനായ ഗദാധര പണ്ഡിതന്റെ മുഖ്യ ശാഖകളെ കുറിച്ച് വിവരിക്കാൻ ശ്രമിക്കാം. ഇവിടം വരെ മതിയോ? അതോ ഹരേ കൃഷ്ണ പ്രഭു? വായിച്ചോളൂ മാതാജി. ശ്ലോകം 80. ശാഖശ്രേഷ്ഠ ധ്രുവാനന്ദ ശ്രീധര ബ്രഹ്മചാരി ഭാഗവതാചാര്യ ഹരിദാസ ബ്രഹ്മചാരി. വിവർത്തനം. ഗദാധര പണ്ഡിതന്റെ മുഖ്യ ശാഖകൾ: 1 ശ്രീ ധ്രുവാനന്ദൻ, 2 ശ്രീധര ബ്രഹ്മചാരി, 3 ഹരിദാസ ബ്രഹ്മചാരി, 4 രഘുനാഥ ഭാഗവത ആചാര്യൻ എന്നിവരാണ്. വിവർത്തനം. ഗൗരഗണോദ്ദേശ ദീപിക 152 ശ്ലോകം ധ്രുവാനന്ദ ബ്രഹ്മചാരിയെ ലളിതയുടെ ഒരു അവതാരമായും 194 199 ശ്ലോകങ്ങൾ ശ്രീധര ബ്രഹ്മചാരിയെ ചന്ദ്രലതിക എന്ന ഗോപികയായും വിവരിച്ചിരിക്കുന്നു. ശ്ലോകം 81. അനന്ത ആചാര്യ കവിദത്ത മിശ്രനയന ഗംഗാമന്ത്രി മാമൂതാക്കൂറ ഖണ്ഡാഭരണ. വിവർത്തനം. 5ാമത്തെ ശാഖ അനന്താചാര്യനായിരുന്നു, 6ാമത്തേത് കവിദത്തൻ, 7ാമത്തേത് നയനമിശ്രൻ, 8ാമത്തേത് ഗംഗാമന്ത്രി, 9ാമത്തേത് മാമു ഠാക്കൂർ, 10ാമത്തേത് ഖണ്ഡാഭരണൻ. ഭാവാർത്ഥം. ഗൗരഗണോദ്ദേശ ദീപിക 197 207 ശ്ലോകങ്ങൾ കവിദത്തനെ കലിഖണ്ഡി എന്ന ഗോപികയായും 196 207 നയനമിശ്രനെ നിത്യമഞ്ജരി എന്ന ഗോപികയായും 196 205 ഗംഗാമന്ത്രിയെ ചന്ദ്രിക എന്ന ഗോപികയായും വിവരിച്ചിരിക്കുന്നു. ജഗന്നാഥ ചക്രവർത്തി എന്ന് യഥാർത്ഥ നാമമുള്ള മാമു ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാമഹനായ ശ്രീ നീലാംബര ചക്രവർത്തിയുടെ അനന്തരവനായിരുന്നു. ബംഗാളിൽ മാതുലനെ മാമ എന്നും കിഴക്കൻ ബംഗാളിലും ഒറീസയിലും മാമു എന്നും വിളിക്കുന്നു. അപ്രകാരം ജഗന്നാഥ ചക്രവർത്തി മാമ അഥവാ മാമു ഠാക്കൂറായി അറിയപ്പെട്ടു. ഫരീദ്പൂർ ജില്ലയിലെ മഗ്ഡോബ എന്ന ഗ്രാമത്തിലായിരുന്നു മാമു ഠാക്കൂർ വസിച്ചിരുന്നത്. ശ്രീ ഗദാധര പണ്ഡിതന്റെ വേർപാടിനു ശേഷം മാമു ഠാക്കൂർ ജഗന്നാഥപുരിയിലെ ചോട്ടാ ഗോപിനാഥ ക്ഷേത്രത്തിലെ പുരോഹിതനായി. ചില വൈഷ്ണവരുടെ അഭിപ്രായ പ്രകാരം മാമു ഠാക്കൂർ മുമ്പ് രൂപമഞ്ജരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രഘുനാഥ ഗോസ്വാമി, രാമചന്ദ്രൻ, രാധാവല്ലഭൻ, കൃഷ്ണജീവനൻ, ശ്യാമസുന്ദരൻ, ശാന്താമണി, ഹരിനാഥൻ, നവീനചന്ദ്രൻ, മതിലാലൻ, ദയാമയി, കുഞ്ചവിഹാരി എന്നിവരായിരുന്നു മാമു ഠാക്കൂറിന്റെ അനുയായികൾ. ശ്രീ അനന്ത ചട്ടരാജൻ എന്ന യഥാർത്ഥ നാമമുണ്ടായിരുന്ന ഖണ്ഡാഭരണൻ കൃഷ്ണലീലയിൽ ഗോപാലി എന്ന ഗോപികയായിരുന്നു. ശ്ലോകം 82. ഭൂഗർഭ ഗോസാനി ആരാ ഭാഗവതദാസ യേതു ആസി കൈല വൃന്ദാവനേ വാസ. വിവർത്തനം.
ഗദാധര പണ്ഡിതന്റെ 11ാമത്തെ ശാഖ ഭൂഗർഭ ഘോസാനിയും 12ാമത്തേത് ഭാഗവതദാസനുമായിരുന്നു. ഇരുവരും വൃന്ദാവനത്തിലേക്ക് പോവുകയും ആയുഷ്കാലം മുഴുവൻ അവിടെ വസിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ഗൗഡീയ വൈഷ്ണവരാൽ അംഗീകൃതമായ വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട 7 ക്ഷേത്രങ്ങളിൽ ഗോവിന്ദ, ഗോപിനാഥ, മദനമോഹന, രാധാരമണ, ശ്യാമസുന്ദര, രാധാദാമോദര, ഗോകുലാനന്ദ, ഒന്നായ ഗോകുലാനന്ദ ക്ഷേത്രം പണികഴിപ്പിച്ച ലോകനാഥ ഗോസ്വാമിയുടെ ഉറ്റമിത്രമായിരുന്നു ഭൂഗർഭ ഗോസാനി. അദ്ദേഹം മുമ്പ് പ്രേമമഞ്ജരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്ലോകം 83. വാണീനാഥ ബ്രഹ്മചാരി ഭട മഹാശയ വല്ലഭ ചൈതന്യദാസ കൃഷ്ണ പ്രേമമയ. വിവർത്തനം: 13ാമത്തെ ശാഖ വാണീനാഥ ബ്രഹ്മചാരിയായിരുന്നു. 14ാമത്തേത് വല്ലഭ ചൈതന്യദാസനും. ഈ മഹാശയന്മാർ രണ്ടുപേരും സദാ കൃഷ്ണപ്രേമം നിറഞ്ഞവരായിരുന്നു. ഭാവാർത്ഥം: ശ്രീ വാണിനാഥ ബ്രഹ്മചാരിയെ കുറിച്ച് ആദ്യലീല 10ാം അധ്യായത്തിലെ 114ാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. വല്ലഭ ചൈതന്യന്റെ നളിനി മോഹന ഗോസ്വാമി എന്ന് പേരുള്ള ഒരു ശിഷ്യൻ നവദ്വീപിൽ മദനഗോപാലന്റെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ശ്ലോകം 84. ശ്രീനാഥ ചക്രവർത്തി ആര ഉദ്ധവ ദാസ ജിതാമിശ്ര കാഷ്ടകാട ജഗന്നാഥദാസ. വിവർത്തനം: 15ാമത്തെ ശാഖ ശ്രീനാഥ ചക്രവർത്തിയായിരുന്നു. 16ാമത്തേത് ഉദ്ധവൻ, 17ാമത്തേത് ജിതാമിത്രൻ, 18ാമത്തേത് ജഗന്നാഥ ദാസൻ. ഭാവാർത്ഥം: ശ്രീല ഭക്തി സിദ്ധാന്ത ടാഗോർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു. ശാഖാനിർണയം എന്ന ഗ്രന്ഥത്തിലെ ശ്ലോകം 13 ശ്രീനാഥ ചക്രവർത്തിയെ സർവസദ്ഗുണ സംഭരണിയായും കൃഷ്ണസേവനത്തിൽ വിദഗ്ധനായും വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ശ്ലോകം 35 ഉദ്ധവദാസൻ ഭഗവത് പ്രേമം എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് യോഗ്യത തികഞ്ഞവനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഗൗരഗണോദ്ദേശ ദീപികയിൽ 202 ജിതാമിത്രനെ ശ്യാമമഞ്ജരി എന്ന ഗോപികയായി പ്രതിപാദിച്ചിരിക്കുന്നു. ജിതാമിത്രൻ കൃഷ്ണമായൂര്യം എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ജഗന്നാഥദാസൻ ഢാക്കയ്ക്ക് സമീപമുള്ള വിക്രമപുരം നിവാസിയായിരുന്നു. കാഷ്ടകാട അഥവാ കഠാദിയ എന്ന ഗ്രാമമായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇപ്പോൾ ആടിയല, കാമാരപാദം, പായികപാത എന്നീ ഗ്രാമങ്ങളിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹം യശോമാധവന്റെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ആടിയലയിലെ ഗോസ്വാമിമാരാണ് ഈ ക്ഷേത്രത്തിലെ ആരാധകർ. പണ്ട് 64 സഖിമാരിൽ ഒരുവളായിരുന്നു അദ്ദേഹം. ചിത്രാദേവിയുടെ സഹായിയായിരുന്ന ഈ സഖിയുടെ പേര് തിലകിനി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെ ഒരു പട്ടിക താഴെ കൊടുക്കുന്നു. രാമനൃസിംഹൻ, രാമഗോപാലൻ, രാമചന്ദ്രൻ, സനാതനൻ, മുക്താരാമൻ, ഗോപീനാഥൻ, ഗോലോകൻ, ഹരിമോഹന ശിരോമണി, രാഘാലരാജൻ, മാധവൻ, ലക്ഷ്മീകാന്തൻ. ജഗന്നാഥദാസനാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ത്രിപുരയിൽ പ്രചരിപ്പിച്ചെന്ന് ശാഖാനിർണയത്തിൽ പറയുന്നു. ശ്ലോകം 85. ശ്രീഹരിയാചാര്യ സാദിപുരിയ ഗോപാല കൃഷ്ണദാസ ബ്രഹ്മചാരി പുഷ്പഗോപാല. വിവർത്തനം: 19ാമത്തെ ശാഖ ശ്രീഹരി ആചാര്യനായിരുന്നു. 20ാമത്തേത് സാദിപുരിയ ഗോപാലൻ. 21ാമത്തേത് കൃഷ്ണദാസ ബ്രഹ്മചാരി. 22ാമത്തേത് പുഷ്പഗോപാലൻ. ഭാവാർത്ഥം: ഹരിയാചാര്യൻ മുമ്പ് കാലാക്ഷി എന്നു പേരുള്ള ഗോപികയായിരുന്നെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ 196, 207 പറഞ്ഞിരിക്കുന്നു. കിഴക്കൻ ബംഗാളിലെ, ഇപ്പോൾ ബംഗ്ലാദേശ്,
വിക്രമപുരത്ത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രചാരകൻ എന്ന നിലയിൽ സാദിപുരിയ ഗോപാലൻ പ്രശസ്തനായിരുന്നു. അഷ്ടസഖികളെന്ന് അറിയപ്പെട്ടിരുന്ന സഖിമാരുടെ സംഘത്തിലെ അംഗമായിരുന്നു കൃഷ്ണദാസ ബ്രഹ്മചാരി. ഇന്ദുലേഖ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം. കൃഷ്ണദാസ ബ്രഹ്മചാരി വൃന്ദാവനത്തിൽ വസിച്ചിരുന്നു. രാധാ ദാമോദര ക്ഷേത്രത്തിൽ കൃഷ്ണദാസന്റെ സമാധി എന്നറിയപ്പെടുന്ന ഒരു സ്മാരക സ്തംഭമുണ്ട്. ഈ സമാധി കൃഷ്ണദാസ ബ്രഹ്മചാരിയുടേതാണെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലരാകട്ടെ ഇത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടേതാണെന്നും പറയുന്നു. രണ്ടായാലും ഞങ്ങൾ ആദരങ്ങൾ അർപ്പിക്കുന്നു. എന്തെന്നാൽ ഇരുവരും ഈ യുഗത്തിലെ പതിതാത്മാക്കൾക്ക് ഭഗവത് പ്രേമം വിതരണം ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. പുഷ്പ ഗോപാലൻ മുമ്പ് സ്വർണഗ്രാമക എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നതായി ശാഖാനിർണയത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താം, സമയമായില്ലേ? ഓക്കെ, ഹരേ കൃഷ്ണ. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല. ഇതൊക്കെ ഓരോ ഭക്തന്മാരുടെ പേരുകളും ചരിത്രവും. പിന്നെ ഒറ്റൊരു കറക്ഷൻ ഉണ്ട്. 81-ാമത്തെ ശ്ലോകത്തിന്റെ 390 അവിടെ ഛോട്ടാ ഗോപിനാഥ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അത് തോട്ടാ ഗോപിനാഥ് ആണ്. ഓ 390 അവസാനത്തിന് തൊട്ടു മുമ്പത്തെ സെന്റൻസ്. ആ ആ. തോട്ട അല്ലേ? തോട്ടം ഇല്ലേ? തോട്ട ഗോപിനാഥ ക്ഷേത്രം. ഒറിയ ഭാഷയിലും തോട്ടം എന്ന് വെച്ചാൽ ഗാർഡൻ തന്നെയാണ്. ആ ആ. തോട്ടാ ഗോപിനാഥ്. ഓക്കെ, നിർത്താം. ഓക്കെ.